ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അഫ്ഗാനി ചിക്കനാണ്. സോ ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈവൻ കുക്കിംഗ് അറിയാത്ത ആൾക്കാർ പോലും വിഷമിക്കേണ്ട, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. പഠിക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ഒന്നും മാറാനും പോകില്ല. കൂടുതൽ ഇതിൽ ക്രീമാണ് യൂസ് ചെയ്യണത്, മസാല അധികം ഒന്നുമില്ല, അപ്പം ടേസ്റ്റ് മാറില്ല. അതുകൊണ്ട് പേടിക്കേണ്ട, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. ഇതിന് ഉപയോഗിക്കുന്നത് ഒരു 1/2 kg ചിക്കനാണ്. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട്, പെപ്പർ പൗഡർ, പിന്നെ ജീരപ്പൊടി, പിന്നെ കസൂരി മേത്തി, ഉപ്പ്, വീട്ടിലുണ്ടാക്കിയ ഗരം മസാല, പിന്നെ ഒരു ഒനിയൻ, പിന്നെ ഒരു 1/4 കപ്പ് തൈര്. സോ പച്ചമുളക് ഞാൻ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിന് കൂടുതൽ എടുക്കാം, കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഒരു ലെമൺ, പിന്നെ ജിഞ്ചർ ഗാർലിക് ഒരു പീസ്, അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് മല്ലി. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പേസ്റ്റ് ആദ്യം ഉണ്ടാക്കാം. സോ ആദ്യം കാഷ്നട്ട്, ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്ത് വെച്ച, പിന്നെ മല്ലിയില, പച്ചമുളക് 7 പച്ചമുളകാണ്, ആവശ്യത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഓനിയൻ, ഒരു ഓനിയനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്യാതെ പാത്രത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ആദ്യം. സോ ഈ പേസ്റ്റ് ആദ്യം പാത്രത്തിലോട്ടിടുക. പിന്നെ തൈര്, സ്റ്റൗ ഓൺ ചെയ്യാൻ പാടില്ല, എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. പിന്നെ ക്രീം, ഫ്രഷ് ക്രീം മുഴുവനായിട്ട് ഇതിലോട്ടിടണം. കഴിഞ്ഞിട്ട് ജീരകപ്പൊടി ഒരു പിഞ്ച്, പിന്നെ പെപ്പർ പൗഡർ, അതും എരിവിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. പിന്നെ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണിത്. പിന്നെ കസൂരി മേത്തി, കുറച്ച് ഉപ്പ്, ഈ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്യാതെ വേണം മിക്സ് ചെയ്യാൻ. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ചിക്കൻ 1/2 kg ചിക്കനാണത്. ചെറിയ പീസാക്കാം, വലിയ പീസാക്കാം. ഇതൊരു 5 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഇതെടുത്തിട്ട് കുക്ക് ചെയ്യാം. സോ വേറൊരു പാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വയ്ക്കുക, വേറൊരു പാൻ വയ്ക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1 ടീസ്പൂൺ ഓയിലോ ബട്ടറോ ഉപയോഗിക്കാം. പക്ഷെ ക്രീം ഉപയോഗിച്ചുകൊണ്ട് ബട്ടറിൻ്റെ ആവശ്യമില്ല. സോ കോക്കനട്ട് ഓയിലാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇച്ചിരി കോക്കനട്ട് ഓയിലാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഒരു 1 ടീസ്പൂൺ. മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. വലിയ പീസ് ചിക്കനാണ്, വലിയ പീസ് ആക്കാം. ഞാനിപ്പോൾ മീഡിയം പീസസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ. അത്രയും ഫ്രൈ ആയാൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം.